ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ബിരിയാണി ചെമ്പ് കഴുകിയിട്ട് അടുപ്പത്ത് വെക്കണം, അതിലോട്ട് വെള്ളം ഒഴിക്കണം, വെള്ളം ഒഴിച്ചാൽ മാത്രം പോരാ, കഴുകി വെച്ചിട്ടുള്ള അരി എന്ത് ചെയ്യണം, അതിലോട്ട് കൊണ്ട് ഇടണം. അപ്പോൾ അത് അരി തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കണം, ചിക്കൻ മസാല കൂട്ടണം, അങ്ങനെ വൺ ബൈ ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ. അതേപോലെ തന്നെ സ്റ്റഡി സെൻറ്റർ പറയുന്ന ഗൈഡ് ലൈൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ID കാർഡ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ID കാർഡിൻ്റെ താഴെയുള്ള സ്റ്റഡീസ് പ്രോപ്പറായിട്ട് ഡയറക്ഷൻ തരുന്നില്ല, അവർ ക്ലാസ് നടത്തുന്നില്ല, അവരിതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അവർ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് നിങ്ങൾ അവിടെ ചോദിക്കാതെ സ്വന്തമായിട്ട് ചെയ്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റഡി സെൻറ്റർ ഓൾറെഡി 4 എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4-ത്തിനായിരിക്കും മാർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ മാർക്ക് സ്കോർ ആവും. മാർക്ക് സ്കോർ ചെയ്യാൻ ആ ഡയറക്ഷൻ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് ബുക്കിൻ്റെ ഡെമോൺസ്ട്രേഷൻ. എന്തൊക്കെയാണ് റെക്കോർഡ് ബുക്ക് എന്നുള്ളത് നിങ്ങൾ എഴുതേണ്ടത് കാര്യം മനസ്സിലായി. പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC +2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെയിരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NS ഒക്ടോബർ 2025 വേണ്ടി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ്. പരീക്ഷ ഫീസൊക്കെ അടച്ചു, പോർട്ടലൊക്കെ ക്ലോസ് ചെയ്തു. ഇനി ഇതാ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല, പഠിക്കാനൊക്കെ ഇനി സമയമുണ്ട്, അതൊക്കെ പഠിക്കാനൊന്നും പ്രശ്നമല്ല. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ PCP ക്ലാസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകളുടെ വർക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചായിരുന്നു, കഴിഞ്ഞൊരു വീഡിയോ പോയപ്പോൾ തന്നെ എന്നോട് കുട്ടികൾ പറഞ്ഞു, സാർ ഈ റെക്കോർഡ് ബുക്കിനെ കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, അതും കറക്റ്റ് മനസ്സിലായില്ല, സാർ ഇത് പറഞ്ഞത് സാർ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല, ഇതൊന്ന് പ്രോപ്പറായി പറഞ്ഞുതരാൻ പറ്റുമെന്ന് ചോദിച്ചു. നിങ്ങൾ ചോദിച്ച പിന്നെ നമുക്ക് എന്താ പ്രശ്നം, നമ്മൾ പറഞ്ഞുതരും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് ഡെമോൺസ്ട്രേഷൻ ആണ്. ഞാൻ വിത്ത് റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മാനുവൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NS ഒക്ടോബർ 2025 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് അറിയാതെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇനി പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ട് നിങ്ങളെ ഫുൾ മാർക്കോട് കൂടി നേടിയെടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ബാസിന്റെ ട്യൂഷന്റെ അഡ്മിഷൻ ക്ലോസിംഗിലാണ്. ഈ ഒരു വീക്കും കൂടി നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ മക്കളെ വേഗം തന്നെ താഴെ കാണുന്ന നമ്മളോട് വിളിച്ചോളൂ. സയൻസിലൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതേപോലെ തന്നെ നമുക്കറിയാം കൊമേഴ്സിൽ അക്കൗണ്ടൻസി, ഇങ്ങനെയൊക്കെ സബ്ജക്ട്സുകളൊക്കെ ടഫ് സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി ഒക്കെ വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള പേപ്പേഴ്സിനൊക്കെ പ്രോപ്പർ ക്ലാസ്സിൽ അത് ഒരിക്കലും നമുക്ക് നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ ബാസിലെ കുട്ടികൾ ഇത്രയും നല്ല മാർക്കിൽ വിജയിക്കാനുള്ള കാരണം എന്താ, നമ്മൾ കൊടുത്ത എഫേർട്ടാണ്. നമ്മളിങ്ങനെ വെറുതെ പറയല്ല, പറയുന്നതിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ നല്ല മാർക്കോട് കൂടി വിജയിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും, എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ ബാസിന്റെ ട്യൂഷനിൽ നിങ്ങൾക്ക് ഫുൾ സബ്ജക്ട്സുകൾ ട്യൂഷനായിട്ട് അവൈലബിൾ ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് 1-2 സബ്ജക്ട് അങ്ങനെ ഇഷ്ടമുള്ള സബ്ജക്ട് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എന്താണ് നിങ്ങളുടെ കംഫർട്ട്, കൺവീനിയൻസ്, അതിനനുസരിച്ച് നമ്മുടെ ബാസിന്റെ ട്യൂഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മക്കളെ വേഗം തന്നെ താഴെ നമ്മളോട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ. ഈ ഒരു വീക്കും കൂടി നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണെങ്കിൽ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിന്റെ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് അറിയണ്ടാവും, എല്ലാവരും റെക്കോർഡ് ബുക്ക് വാങ്ങി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. റെക്കോർഡ് ബുക്ക് ഇത് എവിടുന്നാ കിട്ടുക എന്ന് വെച്ചാൽ നിയർ ബൈ ബുക്ക് സ്റ്റോളിൽ പോയാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റോളിൽ പോവാ, നിങ്ങൾ ജസ്റ്റ് ഒരു ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഒരു റെക്കോർഡ് ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അതാണ് റെക്കോർഡ് ബുക്ക്. കണ്ടോ, ഇതാണ് റെക്കോർഡ് ബുക്ക്. 60, 70, 80 രൂപക്കാണ്. നിങ്ങൾ ചെറുത് ഒരു മിനിമം പ്രൈസിന് വാങ്ങിയാൽ മതി. ആ റെക്കോർഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ ഫിസിക്സിന് റെക്കോർഡ്, കെമിസ്ട്രിക്ക് റെക്കോർഡ്, ബയോളജിക്ക് റെക്കോർഡ്. ഓക്കെ, ഇനി കൊമേഴ്സ് എടുത്ത കുട്ടികൾ ഡാറ്റ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഡാറ്റ എൻട്രിക്ക് റെക്കോർഡ്, ഹ്യൂമാനിറ്റീസിലും ഡാറ്റ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഡാറ്റ എൻട്രിക്ക് റെക്കോർഡ്. ഇനി അതല്ലാതെ ഹോം സയൻസ്, പെയിന്റിംഗ് അങ്ങനത്തെ പേപ്പേഴ്സ് എടുത്ത് അതിനൊക്കെ ഓരോ റെക്കോർഡ് വീതം. ഇനി 10ാം ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒരൊറ്റ റെക്കോർഡ് മതി. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫിസിക്സും കെമിസ്ട്രി, ബയോളജിയും വരുന്നുണ്ട്. 3 റെക്കോർഡ് വാങ്ങേണ്ട, ഒരൊറ്റ റെക്കോർഡ് സയൻസ് ആൻഡ് ടെക്നോളജി മതി. അതേപോലെ 10ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സിന് റെക്കോർഡ്. ഇങ്ങനെയാണ് റെക്കോർഡ് ബുക്ക് വാങ്ങേണ്ടത്. അപ്പോൾ ഞാൻ ഏതൊക്കെ വാങ്ങേണ്ട സബ്ജക്റ്റ് പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേപ്പേഴ്സ്, പ്രാക്ടിക്കൽ പേപ്പേഴ്സ് എടുത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെതായ കമന്റ് ചെയ്തോളൂ. അതിനൊക്കെ റെക്കോർഡ് ബുക്കുകൾ വേണ്ട, പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഒക്കെ ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ബുക്ക് ഇതാ ഇങ്ങനെയാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു ബുക്ക് സ്റ്റോളിൽ നിന്ന് ഞാൻ മേടിച്ച റെക്കോർഡാണ്. ഉണ്ടോ, ജസ്റ്റ് ഇതിനൊരു സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഉണ്ടാവും, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാണ്ടാവും. ഞാനത് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റെക്കോർഡ് ബുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് പേജ് തന്നെ അവിടെ കണ്ടോ, സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. ഇവിടെ നെയിം, നിങ്ങളുടെ പേരാണ്, നിങ്ങളുടെ റോൾ നമ്പർ, എൻറോൾമെന്റ് ID കാർഡിൽ എൻറോൾമെന്റ് നമ്പർ, റോൾ നമ്പറാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ബോണിഫൈഡ് ഏത് വർഷം നടക്കുന്നത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പേര് മാത്രം എഴുതിയാൽ മതി മക്കളെ. നിങ്ങൾ പേരും എൻറോൾമെന്റ് നമ്പറും മാത്രം ഇതിൽ എഴുതിയാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ട. എക്സാമിന് ഇത് പരീക്ഷ നടത്തുന്ന ആളുടെ സൈനാണ് നിങ്ങൾ ചെയ്യേണ്ട, പ്രിൻസിപ്പാളുടെ സൈൻ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇതിൽ ജസ്റ്റ് നിങ്ങളുടെ പേരും എൻറോൾമെന്റ് നമ്പറും മാത്രം എഴുതിയാൽ മതി. വേറെ ഒന്നും ഇതിൽ ഇപ്പോൾ എഴുതണ്ട കേട്ടോ.
അതേപോലെ അടുത്ത പേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു റെക്കോർഡ് ബുക്കിൽ നമ്മൾ 10-15 എക്സ്പെരിമെന്റ് എഴുതാൻ പോകാം. നമുക്ക് അവർ ചില സ്റ്റഡി സെന്റർ പറയും 4 എഴുതിയാൽ മതി, ചില സ്റ്റഡി സെന്റർ 5 എഴുതാൻ മതി, ചിലപ്പോൾ 6 7 അത് അവരുടെ ഇതനുസരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ സ്റ്റഡി സെന്റർ ഒന്നും എഴുതാൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 10 എക്സ്പെരിമെന്റ് എഴുതിയാൽ മതി. അത് 1 മുതൽ 10 വരെ നിങ്ങളിവിടെ നമ്പർ ഇട്ടിട്ട് ആ എക്സ്പെരിമെന്റ് പേര് എഴുതിയിട്ട് അത് ഏത് പേജിലാണെന്നുള്ള പേജ് നമ്പർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മാത്രം അവിടെ ഫില്ല് ചെയ്ത് വെക്കുക. ഇൻഡെക്സ് ലാസ്റ്റ് ഫില്ല് ചെയ്യണം. നിങ്ങൾ എഴുതാളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട സംഭവമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ കഴിഞ്ഞതാണ് നമ്മൾ നേരിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡേറ്റും എക്സ്പെരിമെന്റ് നമ്പറൊക്കെ കൊടുക്കുക, പേജ് നമ്പർ കൊടുക്കണം. അപ്പോൾ പേജ് നമ്പർ ഇവിടെ കൊടുക്കുക. പേജ് നമ്പർ ഇടാൻ മറക്കരുത്, പേജ് നമ്പർ കറക്റ്റ് ഇടുക. അതുപോലെ എക്സ്പെരിമെന്റ് നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് നമ്പർ 1 എന്ന് കൊടുക്കുക, ആ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഇപ്പോൾ മെൻഷൻ ചെയ്യേണ്ട, നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്പറും പേജ് നമ്പറും മാത്രം കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അവിടെ നിന്ന് എത്തുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി PCBക്ക് ഒക്കെ പോകുമ്പോൾ അവർ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പെരിമെന്റ് കൊടുക്കുക. ഇതിൽ എഴുതുമ്പോൾ നിങ്ങൾ വലത്തെ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുക. എഴുതാനുള്ളത് ഫുള്ള് നിങ്ങൾ വലത്തെ ഭാഗത്ത് കൊടുക്കുക. ഇതിൽ എഴുതാനുള്ള എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു റെക്കോർഡ് ബുക്ക് ഇതാ ഇങ്ങനെ ആയിരിക്കും അല്ലേ. നമുക്ക് വലത്തെ ഭാഗത്തിൽ റൂൾഡ് ആയിരിക്കും, ഇടത്തെ ഭാഗത്ത് അൺറൂൾഡ് ആയിരിക്കും, വേറെ എല്ലാത്തും വേറെ ഉള്ള പേജ് ആയിരിക്കും. അപ്പോൾ ഈ വലത്തെ ഭാഗത്ത് നമ്മൾ എഴുതേണ്ടതായിരിക്കും നമ്മുടെ എയിം ഓർ ഒബ്ജക്റ്റീവ്, നമ്മുടെ ഉദ്ദേശം, എയിം ഓർ ഒബ്ജക്റ്റീവ്. അതേപോലെ മെറ്റീരിയൽസ് റിക്വയർഡ്, ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാമഗ്രികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മെറ്റീരിയൽസ് റിക്വയർഡ്, അതിൽ ടൂൾസ് എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം, അങ്ങനത്തെ നമ്മുടെ ഇതിനാവശ്യമുള്ള പദാർത്ഥങ്ങൾ. ഇപ്പോൾ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശം എന്താണ്, എനിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമായിട്ടും ഈ മെറ്റീരിയൽസ് ടൂൾസ് റിക്വയർഡിൽ എന്താ, ബിരിയാണി ചെമ്പ് വേണം, റൈസ് വേണം, ചിക്കൻ വേണം, മസാല വേണം, അങ്ങനത്തെ അതിന് വേണ്ട ചേരുവകൾ, ഇൻഗ്രീഡിയൻസിന് നമ്മൾ എന്ത് പറയും, മെറ്റീരിയൽസ് റിക്കോർഡ്, ടൂൾസ് റിക്കോർഡ്. ഇത് നമ്മൾ എക്സ്പെരിമെന്റ് കണക്ട് ചെയ്ത് പറഞ്ഞു തരികയാണ്. അതേപോലെ അടുത്ത എന്താണെന്ന് വെച്ചാൽ പ്രൊസീജിയറാണ്. പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താ, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ ബിരിയാണി വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ബിരിയാണി ചെമ്പ് കഴുകിയിട്ട് അടുപ്പത്ത് വെക്കണം, അതിലോട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചാൽ മാത്രം പോരാ, കഴുകി വെച്ചിട്ടുള്ള അരി എന്ത് ചെയ്യണം, അതിലോട്ട് കൊണ്ട് ഇടണം. അപ്പോൾ അത് അരി തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കണം. ചിക്കൻ മസാല കൂട്ടണം, അങ്ങനെ 1 by ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിതിൽ പ്രൊസീജിയറായിട്ട് എഴുതേണ്ടത്. അതൊക്കെ വലത്തെ ഭാഗത്താണ് എഴുതേണ്ടത്. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ട് എന്താ നമ്മൾ കൊടുക്കുക, അങ്ങനെ എനിക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി കിട്ടി, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് അവസാനം ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കി എന്നുള്ള റിസൾട്ട് നമ്മളോട് കൊടുക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ വലത്തെ ഭാഗത്താണ്. ഞാൻ അത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ലാബ് മാനുവലിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ഈ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് ഒക്കെ കൊടുക്കുക. ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണി അരി നമ്മൾ 10 കിലോ വാങ്ങി, അതേപോലെ ചിക്കൻ നമ്മൾ 5 കിലോ മേടിച്ചു, അതേപോലെ നമ്മൾ ചൂടുവെള്ളം ഇത്ര ലിറ്റർ എടുത്തു, അല്ലെങ്കിൽ നമ്മൾ നെയ്യ്, എണ്ണ, മറ്റുള്ള സാമഗ്രികളൊക്കെ എന്തൊക്കെ എത്രയൊക്കെ അളവുകളും അതിൻ്റെ എടുത്തപ്പോൾ എത്ര കിട്ടും എന്നുള്ള അങ്ങനത്തെ ഒരു ബിരിയാണിയായിട്ട് ബന്ധപ്പെട്ട് പറയാമെന്ന്. പക്ഷേ ഇപ്പോൾ നമ്മളിത് നമ്മുടെ ഫിസിക്സിലോ ഇതിലോ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായി കിട്ടിയ റീഡിങ്സുകൾ, നമുക്കപ്പോൾ കിട്ടിയിട്ടുള്ള നമ്മുടെ ഒബ്സർവേഷൻസ്, നമ്മുടെ നിരീക്ഷണങ്ങൾ, അതേപോലെ നമ്മുടെ കാൽക്കുലേഷൻസ്, നമ്മൾ കണക്കുകൂട്ടലുകളൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊടുക്കേണ്ടത്, അൺറൂൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മളിതിൽ വേറെ എന്താ ടേബിൾസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ്, ടേബിൾ, എന്തെങ്കിലുമൊക്കെ ഗ്രാഫിൽ നമ്മൾ പൈ ചാർട്ടിലോ അല്ലെങ്കിൽ ബാർ ചാർട്ടിലൊക്കെ നമ്മളിതിൻ്റെ ഒരു മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാഫ് അവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിവിടെ ടേബിളൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ ടേബിളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ കയ്യിൽ ആവശ്യമില്ല മക്കളെ. ഓരോ എക്സ്പെരിമെൻറ്റിനും നിങ്ങളുടെ ലാബ് മാനുവൽ ഇത് വൃത്തിയിൽ കൊടുത്തിട്ടുണ്ടാവും. അത് അങ്ങനെ തന്നെ നോക്കി കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇത് നിങ്ങളായിട്ട് ഇത് കണ്ടെത്തൊന്നും വേണ്ട. ഏതിനൊക്കെ ഗ്രാഫ് കൊടുക്കണം, ഏതൊക്കെ ഒബ്സർവേഷൻ കൊടുക്കണം, അങ്ങനെ നോക്കണ്ട. ഈ ഒരു പ്രൊസീജിയർ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ലാബ് മാനുവൽ കാണിച്ചു തരാം. ആ ലാബ് മാനുവൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്താൽ. അപ്പോൾ റെക്കോർഡ് ബുക്ക് കിട്ടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വലത്തെ ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്, ഇതാ ഈ ഭാഗത്ത് കണ്ടോ, റൂൾഡ് ആയിട്ടുള്ള ഇവിടെയാണ് നമ്മൾ എയിം, പ്രൊസീജിയർ, അതേപോലെ തന്നെ മെറ്റീരിയൽസ് റിക്വയർഡ്, ദെൻ റിസൾട്ട് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഒബ്സർവേഷൻസ്, ടേബിൾസ്, കാൽക്കുലേഷൻസ്, ഗ്രാഫ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരല്ലാത്ത ഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് ബുക്ക് വരിക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റെക്കോർഡ് ബുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം PCP ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളെ, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അവർ പറയാം റെക്കോർഡ് ബുക്കേ വേണ്ട, നിങ്ങൾ ജസ്റ്റ് ബുക്ക് കൊണ്ടുവന്നോളൂ, എഴുതൊന്നും വേണ്ട, അത് കൊണ്ടുവന്നോളൂ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും 10 എക്സ്പെരിമെന്റ് എഴുതി വരാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ എഴുതിയിട്ട് പോവുക. റീഡിങ്സ് ഒന്നും നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. എഴുതി ആദ്യത്തെ കണ്ടന്റ് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് മാത്രം മതി എന്ന് പറയണം. അങ്ങനെ അതല്ല ഇതിൻ്റെ ആൻസറും കൂടി എഴുതി വരണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ. ഇത് എങ്ങനെയാണോ നിങ്ങൾ സ്റ്റഡി സെൻറ്റർ PCP സമയത്ത് പറയുന്നത് അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിനാണ് മാർക്ക്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റഡി സെൻറ്റർ പറയുന്ന ഗൈഡ് ലൈൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ID കാർഡ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ID കാർഡിൻ്റെ താഴെയുള്ള സ്റ്റഡി സെൻറ്ററാണ് നമ്മൾ കൊടുക്കുക. ആ സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾ വിളിച്ചിട്ടോ നേരിട്ട് പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അവർ തയ്യാറാക്കാറുണ്ട്. സോ അതിൽ പങ്കെടുത്ത ഈ പറയുന്ന ഡയറക്ഷൻസ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. കാരണം എല്ലാവർക്കും ഒരേ സ്റ്റഡി സെൻറ്റർ ആവില്ല, വ്യത്യസ്ത സ്റ്റഡി സെൻറ്ററുകളോ.
നമ്മുടെ സ്റ്റഡി സെൻറ്ററിലൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും ഈ ഒരു പ്രാക്ടിക്കൽ കോൺടാക്ട് ക്ലാസ്സുകൾ നടക്കുന്നത്, PCP ക്ലാസ്സുകൾ നടക്കുന്നത്, റെക്കോർഡ് വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡയറക്ഷൻ കൊടുക്കുന്ന, അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ഡയറക്ഷൻ തരികയാണെങ്കിൽ ആ ഡയറക്ഷൻ തന്നെ ഫോളോ ചെയ്യുക. ഇനി പ്രോപ്പറായിട്ട് ഡയറക്ഷൻ തരുന്നില്ല, അവർ ക്ലാസ് നടത്തുന്നില്ല, അവരിതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരാം. ഇനിയിപ്പോൾ ഒന്നും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഏതെങ്കിലും 10 എക്സ്പെരിമെൻറ്റ് എഴുതിയിട്ട് റെക്കോർഡ് കൊണ്ട് പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് എങ്ങനത്തെ കാറ്റഗറിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മുൻകൂട്ടി നിങ്ങൾ സ്റ്റഡി സെൻറ്റർ ഒന്നും അന്വേഷിക്കാതെ നിങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്താന്ന് പറയരുത്. നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അവർ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് നിങ്ങൾ അവിടെ ചോദിക്കാതെ സ്വന്തമായിട്ട് എഴുതുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ സ്റ്റഡി സെൻറ്റർ ഓൾറെഡി 4 എക്സ്പെരിമെൻറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4-ത്തിനായിരിക്കും മാർക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും 4 എഴുതി പോയിട്ട് കാര്യമില്ല. അപ്പോൾ സ്റ്റഡി സെൻറ്റർ അത് ചെയ്യുന്നില്ലെങ്കിൽ, അവരത് കൊടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ലാബ് മാനിൽ വെച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ ഞാൻ തരുന്ന ലാബ് മാനിൽ നിന്ന് എഴുതാൻ പാടുള്ളൂ. നിങ്ങൾ സ്റ്റഡി സെൻറ്റർ പറയുന്ന ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ ആ ഡയറക്ഷൻ ഫോളോ ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഫോളോ ചെയ്യാൻ. അതിനാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. ഓക്കെ, ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ, അവർ നടത്തുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്ഷൻലെസ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം ഈ പറഞ്ഞ ഏതെങ്കിലും 10 എക്സ്പെരിമെൻറ്റ് എഴുതി പോവുക, അതിന് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, കൊടുക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഏതെങ്കിലും 10 എക്സ്പെരിമെൻറ്റ് എഴുതി പോകാനുള്ള രീതിയിൽ നോക്കുക. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ മക്കളെ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഈ പ്രാക്ടിക്കൽ കോൺടാക്ട് ക്ലാസ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രീതിയിലാകുമ്പോൾ കുട്ടികൾ ടെൻഷൻ അടിക്കുന്ന കാര്യമുണ്ട്. നമ്മളെല്ലാവരും NOS രജിസ്റ്റർ ചെയ്തല്ലേ, പിന്നെ എന്താ എൻ്റെ ഫ്രണ്ടിന് കിട്ടി എനിക്കെന്താ കിട്ടാതെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ഫ്രണ്ട് വേറെ സ്റ്റഡി സെൻറ്റർ ആവും, നിങ്ങൾ വേറെ സ്റ്റഡി സെൻറ്റർ, അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ അവിടെ നടത്തുന്ന ആ സ്ഥാപനത്തിലുള്ള അധ്യാപകർ അവർ നടത്തുന്ന രീതിയൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ആയിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ മാർക്ക് സ്കോർ ആവും. മാർക്ക് സ്കോർ ചെയ്യാൻ ആ ഡയറക്ഷൻ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് ബുക്കിൻ്റെ ഡെമോൺസ്ട്രേഷൻ. എന്തൊക്കെയാണ് റെക്കോർഡ് ബുക്ക് എന്നുള്ളത് നിങ്ങൾ എഴുതേണ്ട കാര്യം മനസ്സിലായി. അതേപോലെ തന്നെ അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇനി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ലാബ് മാനിൽ എന്താണെന്നുള്ളത്. ലാബ് മാനിലൊക്കെ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് ലാബ് മാനിൽ കാണാൻ പറ്റും. ലാബ് മാനിലൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. ആർക്കും കിട്ടാത്തുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കേ കിട്ടാത്ത കുട്ടികളുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും കിട്ടിയത് ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെയാണ് ഈ ലാബ് മാനിൽ കിട്ടുക. ഇപ്പോൾ ലാബ് മാനിൽ കിട്ടിയെന്ന് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നില്ല. കിട്ടാത്ത കുട്ടികൾ ഇതാ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. എല്ലാ സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റുകളുടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ അതിലോട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആ ലാബ് മാനിൽ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ലാബ് മാനിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു ലാബ് മാനിലാണ്. ഈ ലാബ് മാനിലാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടും. സോ ഈ ഒരു ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള 10ാം ക്ലാസ്സിൻ്റെ ബേസിക് കംപ്ലീറ്റ് 10ാം ക്ലാസ്സിൻ്റെ ഒരു ലാബ് മാനിൽ എടുത്തത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് +2 ഡാറ്റ ആൻഡ് റീഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിൻ്റെ ഒക്കെ ലാബ് മാനിൽ കിട്ടും. സോ പ്രാക്ടിക്കൽ മാനുവലാണ്. ഈ മാനുവൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഫസ്റ്റ് വരുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ആണ് നമ്മൾ എന്തൊക്കെ എക്സ്പെരിമെൻ്റ് ആണ് ഇതിലുള്ളത് കണ്ടോ. അതിലിപ്പോൾ ഒരു 10 എക്സ്പെരിമെൻ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ എക്സ്പെരിമെൻ്റാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ എന്ത് ചെയ്യും, അവർ പറയും 1 എഴുതിക്കോ 5 എഴുതിക്കോ 8 അങ്ങനെ ഒരു 3-4 മാത്രം എഴുതാൻ പറഞ്ഞാൽ അത് മാത്രം എഴുതി പോയാൽ മതി, ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. അതിൽ ചിലവരാണ് ഫുൾ എഴുതാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഫുൾ എഴുതി കൊടുക്കുക. നിങ്ങളോട് അവർ പറയുന്നതനുസരിച്ച് ഇനിയിപ്പോൾ അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും 10 ഉള്ളൂ. ഈ 10 എക്സ്പെരിമെൻ്റ് എഴുതാം. ഇപ്പോൾ ഫിസിക്സിലൊക്കെ ചിലപ്പോൾ 20 ഒക്കെ ഉണ്ടാവും. സോ അതിൽ 10 എഴുതാനാണ് പറഞ്ഞത്. 10 എക്സ്പെരിമെൻ്റ് എഴുതി പോവാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഇൻഡെക്സ് കാണുമ്പോൾ തന്നെ കേട്ടോ, ഇൻഡെക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്പർ ഇടണം, അതേപോലെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് പേര് എഴുതണം, ഏത് പേജിലാണ് ഇത് കിടക്കുന്നത് നോക്കണം. ഇതൊക്കെ റെക്കോർഡ് ബുക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ കണ്ടോ, ഇത് കണ്ടോ, എക്സ്പെരിമെൻറ്റ് 1 ആണ്. എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്കിവിടെ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ ഫസ്റ്റ് പറയുന്നത് ഇത് പ്രാക്ടിക്കൽ 1 എന്ന് പറയുന്നത് ഇതിന് നമ്മൾ എന്താ പറയുക, എക്സ്പെരിമെൻറ്റ് നമ്പർ 1 എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ റെക്കോർഡ് ബുക്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതാ ആ ഒരു എക്സ്പെരിമെൻറ്റ് ഏതാണെന്നുള്ളത് എഴുതി കൊടുക്കുക. അപ്പോൾ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നുണ്ടോ, ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓർ എയിംസ്. ഓക്കെ, എയിം ഉദ്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദിസ് പ്രാക്ടിക്കൽ യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻസ്റ്റാളേഷൻ, അപ്രൂവ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ശേഷം നമുക്ക് അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശം. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ് വലത്തെ ഭാഗത്ത് എഴുതിയിട്ട് ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ പ്രീ റിക്വസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ അത് എഴുതി കൊടുക്കാം. അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞത് ഇതാ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ യൂസ്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. മെറ്റീരിയൽസ് യൂസ്ഡ് ഓർ റിക്വയർഡ് ഓർ ടൂൾസ് റിക്വയർഡ് ഓർ യൂസ്ഡ് ഇങ്ങനെ കൊടുത്തത്. അതായത് നമ്മൾ എന്തൊക്കെ സാമഗ്രികളാണ് ഇത് ഉപയോഗിക്കുക, ഇത് ചെയ്യുക എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ കണ്ടോ, സെറ്റപ്പ് ഫയൽ ഫോർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഓപ്പൺ ഓഫീസ് ഫയൽ സെറ്റപ്പ്. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിന് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ എന്തൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ലാബ് മാനിൽ എന്താ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ കയ്യിൽ നിന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അതിനുശേഷം നോക്കൂ, പിന്നെ നമുക്ക് കണ്ടോ ആക്ടിവിറ്റി ഓർ
പ്രൊസീജിയർ, ആക്ടിവിറ്റി ഓർ പ്രൊസീജിയർ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊസീജിയർ ആക്ടിവിറ്റി എല്ലാം കൊടുത്ത്, ഞാൻ പ്രൊസീജിയർ എന്നിട്ടാണ് അണ്ടർലൈൻ കൊടുത്ത്. സോ പ്രൊസീജിയർ ആണ് നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, ഐഡന്റിഫൈ ഇൻപുട്ട് ഡിവൈസസ്, കീബോർഡ് മൗസ് ഒക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കി, ഐഡന്റിഫൈ ഔട്ട്പുട്ട് ഡിവൈസസ്, മോണിറ്റർ പ്രിന്റർ ഒക്കെ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി, ഓപ്പൺ ദ ഫോൾഡർ കണ്ടെയ്ൻ. ഇങ്ങനെ ഇത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത് ഇങ്ങനെ തന്നെ ഇത് കോപ്പി വേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ കഴിയുന്നുണ്ട് എല്ലാ എക്സ്പെരിമെന്റും ഇതേപോലെ ലാബ് മാനുവൽ ഉണ്ട്, അത് അങ്ങനെ തന്നെ നോക്കി കോപ്പി വേസ്റ്റ് ചെയ്താൽ മതി മക്കളെ. ഞാൻ അപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളിത് വായിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നേ എഴുതി പോവുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ കോപ്പി വേസ്റ്റ് ചെയ്യുക. പിന്നെ PCP ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്താണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1-2 എക്സ്പെരിമെന്റ് മാത്രമേ ചെയ്യാൻ പോകണം. മൊത്തം എഴുതുമ്പോൾ മൊത്തം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏതാണ് ഇപ്പോൾ സ്റ്റഡി സെന്ററിൽ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കിയാൽ മതി. എല്ലാം വരാത്തൊന്നും പോയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പ്രൊസീജിയറും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ റിസൾട്ട് എഴുതി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി, ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി എന്നുള്ള ഹെൻസ് ദ റിസൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ലാബ് മാനുവൽ നിങ്ങൾക്ക് ഈ എയിം, പ്രൊസീജിയർ, അതേപോലെ തന്നെ ടൂൾസ് റിക്വയർഡ് ഏതൊക്കെയാണെന്നുള്ളത് ദെൻ നിങ്ങൾക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെ അതിന് കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് ഈ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഒബ്സർവേഷൻ, കാൽക്കുലേഷൻ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് PCP ക്ലാസ്സിന് ഒരു പ്രോപ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലാബ് മാനുവൽ ഉള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് ബുക്കിൻ്റെ ഡെമോൺസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ റെക്കോർഡ് ബുക്ക് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. മാത്രമല്ല എങ്ങനെയാണ് ഇത് എഴുതുന്നതിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ കുട്ടികൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടോ, ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ മക്കൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ എന്നോട് ചോദിച്ചോളൂ. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ അനുസരിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ ഒന്നുകൂടി ആ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം ഇന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഞാനത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് നമ്മുടെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ, പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിൻ്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. മറക്കണ്ട, നമ്മുടെ ബാസിൻ്റെ ട്യൂഷൻ്റെ അഡ്മിഷൻ ഈ വീക്കും കൂടെ ഉണ്ടാവുള്ളൂ. അഡ്മിഷൻ ക്ലോസിംഗ് ആണ്. അപ്പോൾ ട്യൂഷനിലോട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എടുത്ത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് അറിയില്ല, പഠിക്കാൻ ഏതൊക്കെ ഇത്രയും കൂടുതലുണ്ടോ, എനിക്ക് സിമ്പിളാക്കി തരാൻ പറ്റുമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മക്കളെ വേഗം തന്നെ ബാസിൽ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഷോർട്ട് ചെയ്തിട്ടുള്ള പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഒരു 40 ചോദ്യങ്ങൾ മാത്രമാക്കി ഫിൽറ്റർ ചെയ്ത് തരുന്നുണ്ട്. സോ അത് നിങ്ങൾക്കും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ക്രാഷ് ആൻഡ് റിവിഷൻ ഒക്കെ അതിൽ അവൈലബിൾ ആണ്. ബാസ് ട്യൂഷൻ എടുക്കുമ്പോൾ നമ്മുടെ ക്രാഷ് ആൻഡ് റിവിഷൻ കൂടി അതിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ക്രാഷ് എടുക്കേണ്ടി വരും. ക്രാഷ് മാത്രം അങ്ങനെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, ക്രാഷ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, നമുക്ക് അധികം വൈകാതെ നമ്മുടെ ക്രാഷ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ട്യൂഷൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ക്ലാസ്സുകൾ അതിൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.